ആദ്യമായിട്ട് ദേശീയ തലത്തിൽ മോഹൻലാലിന് അംഗീകാരം കിട്ടിയ വർഷമായിരുന്നു 1989 കിരീടം എന്ന സിനിമയിലൂടെ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ. അത് കഴിഞ്ഞ് 1990 എന്നൊരു വർഷം. നമുക്ക് ആ ഒരു വർഷത്തെ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസിനെ കുറിച്ച് നോക്കാം. Upgrade your vibe, yeah. Aura Cleaning Thrissur. ഇതിൽ ആദ്യത്തെ ഒരു സിനിമ അക്കരെ അക്കരെ അക്കരെ. ഈ അടുത്ത് തുടക്കം സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് മോഹൻലാലിന്റെ മകൾ വിസ്മയ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയുള്ള ഒരു സിനിമയാണ് അക്കരെ അക്കരെ എന്ന് പറയാറുണ്ട്. രസമുള്ള സിനിമയാണ്, പക്ഷെ അന്ന് ആ സിനിമ വലിയ വിജയമായില്ല. അതിന് പല കാരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, എൻ്റെ ഒരു ബഡ്ജറ്റ്. അന്ന് അമേരിക്കയിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 7 Arts വിജയകുമാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പൊ അത്ര ബഡ്ജറ്റ് വന്നതുകൊണ്ടായിരിക്കാം ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നാടോടിക്കാറ്റ് പട്ടണപ്രവേശത്തിന്റെയും തുടർച്ചയാണ്. അപ്പൊ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം സത്യനന്ദിക്കാട് ചെയ്തു, അതൊരു വേറൊരു മൂഡാണ്. അപ്പൊ ആളുകൾ ഇതൊരു നാടോടിക്കാറ്റിന്റെ പട്ടണപ്രവേശത്തിന്റെ തുടർച്ചയായി കണ്ടതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇതൊരു പ്രിയദർശൻ മോഹൻലാൽ ശ്രീനിവാസൻ സിനിമ എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എക്സ്പെക്ടേഷൻസ് ഇങ്ങനെയല്ലായിരിക്കാം. അതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അക്കരെ അക്കരെ അക്കരെ. അടുത്ത സിനിമ മോഹൻലാലിന്റെ റിലീസായത് എയ് ഓട്ടോ. വേണുനാഗവള്ളി മോഹൻലാൽ സിനിമ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് സുഗമോ ദേവി, സർവകലാശാല, പിന്നീട് രക്തസാക്ഷികൾ സിന്ദാബാദ്, ലാൽ സലാം, കുറെ സിനിമകളുണ്ട്. പക്ഷെ ഇതൊരു വേറൊരു തരത്തിലുള്ള സിനിമ. അതെനിക്ക് തോന്നുന്നത് അത് ഇവരുടെ ഒരു കൂട്ടായ്മയിലെ ഒരു സിനിമ തന്നെയാണ്. അത് ഒരു വേണുനാഗവള്ളി, അന്ന് മോഹൻലാൽ വേണുനാഗവള്ളി വിളിച്ച് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഓട്ടോക്കാരുടെ ഒരു കഥ, ഒരു സാധാരണ ഒരു കഥ, നമുക്ക് ഒരു ഹിറ്റ് ആവാൻ പോകുന്ന ഒരു സിനിമ ചെയ്യാം. അങ്ങനെ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്ത സിനിമ തന്നെയാണ് എയ് ഓട്ടോ. നല്ല രസമുള്ള സിനിമ. ഞാൻ ആ സിനിമ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ഒരു സിനിമ. UKG-യിലാണ്. ശരിക്കും 1990 ഫെബ്രുവരി ആ ഒരു മാസമാണ്. അന്ന് ഒന്നിലെത്തിയിട്ടില്ല, UKG പഠിക്കുമ്പോൾ. അന്ന് ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിലാണ് സിനിമ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയതേ ഓർമ്മയുള്ളൂ. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. സെക്കൻഡ് ഷോനാണ് പോയത്. പക്ഷെ പിന്നീട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ് അതിലെ മോഹൻലാലിന്റെ ഒരു കഥാപാത്രവും. ആ ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ നടൻ നന്ദു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ലൊക്കേഷനിൽ വണ്ടി ഓടിയിരുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, കുട്ടപ്പൻ. അന്ന് ചെറുപ്പമാണ്, 90കളിലൊക്കെ. കുട്ടപ്പൻ എന്നാണ് എല്ലാവരും വിളിക്കുക. കുട്ടപ്പൻ വണ്ടിയോട് സംസാരിക്കും, വണ്ടിക്ക് പേരിടും, ഓടിക്കുന്ന വണ്ടിയോടൊക്കെ സംസാരിക്കും. അപ്പൊ അതാണ് ഇതിൽ സുധി എന്ന് പറഞ്ഞ കഥാപാത്രം സുന്ദരി എന്നൊരു പേരിട്ട് വണ്ടിയോട്, ഓട്ടോറിക്ഷയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് രസമുള്ള ഒരു സിനിമയാണ്. അന്ന് ആ ഒരു സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർ സുന്ദരി എന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർമ്മകൾ പറയാം. അടുത്ത സിനിമ നമ്മളെല്ലാവരും റിപ്പീറ്റ് കാണുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അതിലെ സീൻസ് കാണാത്ത, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അതിലെ സീൻസ് കാണും. നമ്പർ 20 മദ്രാസ് മെയിൽ. ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ട സിനിമ. ആ സിനിമ പക്ഷെ നമുക്കറിയാം, അത് ഡെന്നിസ് ജോസഫിന്റെ ചരിത്രമേലിലൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ഒരു ഷൂട്ടിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കാരണം പിന്നീട് ജോഷി ഡെന്നിസ് ജോസഫും സിനിമകൾ കുറെ നാളുകൾക്ക് ശേഷം ചെയ്തില്ല. കുറെ നാൾ കഴിഞ്ഞ് ഇവര് ഭൂപതി എന്നൊരു സിനിമയാണ് ഇവര് പിന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള സിനിമ. പക്ഷെ അന്ന് ആ ഒരു സിനിമ വലിയ ലാഭം കിട്ടിയില്ല എന്നുള്ളത്. അത് ഫ്ലോപ്പ് ഒന്നുമില്ല, പക്ഷെ ലാഭം കിട്ടില്ല. കാരണം ഭയങ്കര ബഡ്ജറ്റാണ്. എനിക്ക് തോന്നുന്നു അന്ന് 1921 എന്നൊരു സിനിമ 88 ഇറങ്ങിയത്, അന്ന് 1 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്നൊരു സിനിമ. പിന്നെ വടക്കൻ വീരഗാഥ, അക്കരെ അക്കരയും നല്ല ബഡ്ജറ്റായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു സിനിമ അന്ന് 1 കോടി 1.5 കോടി എന്തോ ബഡ്ജറ്റ് ആ സിനിമയ്ക്ക്. അന്നൊരു 89ലൊക്കെ ഒരു ആവറേജ് ഒരു സിനിമ, മോഹൻലാലിന്റെ സിനിമയ്ക്ക് പറഞ്ഞ ഒരു ആവറേജ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 40 ലക്ഷം 45 ലക്ഷമാണ്. കിരീടമൊക്കെ 45 ലക്ഷത്തിന് എന്താണ്, 45 കിരീടം എനിക്ക് തോന്നുന്നു 22 ലക്ഷത്തിന് എന്തുകൊണ്ട് കിരീടമൊക്കെ അന്ന് ചെയ്തിട്ടുള്ളത്. മോഹൻലാലിന്റെ പ്രതിഫലം അന്ന് 4.5 ലക്ഷമൊക്കെയാണ്. ദശരഥം സിനിമ അന്ന് 30 ലക്ഷത്തിനൊക്കെയാണ് തീർത്തിട്ടുള്ളത് 89. അപ്പൊ 1990 എന്ന് പറയുമ്പോൾ ഒരു 40 ലക്ഷത്തിനൊക്കെയാണ് ഒരു ആവറേജ് ഒരു അത്യാവശ്യം ബഡ്ജറ്റുള്ള മോഹൻലാൽ സിനിമ. അവിടെയാണ് 1 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു സിനിമ ലാഭം കുറഞ്ഞു പോയത്. പിന്നെ അതിന്റെ സെക്കൻഡ് ഹാഫ് നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാലും അന്ന് അതിന്റെ ഒരു ഒപ്പീനിയനൊക്കെ ഈ 2ാം പകുതി ആയപ്പോ അവസാനമൊക്കെ ആയപ്പോ കുറച്ചൊരു അങ്ങനെ ഭയങ്കര ഫൺ മൂടി പോയി, ഒരു ത്രില്ലറിലേക്ക് പോകുന്നു, മർഡർ മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ഡെന്നിസ് ജോസഫ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമല്ല അതിലെ പല സീൻസും എഴുതിയിട്ടുള്ളത് എന്നൊക്കെ. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. എങ്കിലും ആ ഒരു സിനിമ മോഹൻലാൽ, അന്നൊക്കെ മോഹൻലാലിന്റെ 1990 എന്ന് പറഞ്ഞ വർഷം എല്ലാ മാസവും ഇറങ്ങും. എനിക്കിവിടെ ആദ്യം അക്കരെ അക്കരെ ഇറങ്ങി, അത് കഴിഞ്ഞ് നമ്പർ 20 മദ്രാസ് മെയിൽ, പിന്നെ എയ് ഓട്ടോ. ഇതൊക്കെ ആ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇറങ്ങിയ സിനിമകളാണ്. അടുത്ത സിനിമ 1990 മാർച്ച് അവസാനം ഇറങ്ങിയതാണ്, ഹിസ് ഹൈനസ് അബ്ദുള്ള. ഇപ്പൊ സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ട്, നമ്മൾ നേരത്തെ കിരീടത്തിലൂടെയൊക്കെ അവരുടെ തുടങ്ങിയ ആ ഒരു ഹിറ്റ് കൂട്ടുകെട്ട്, അത് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സിനിമ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 1990 എന്ന് പറയുന്ന ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റാണോ എന്ന് കറക്റ്റ് കളക്ഷനൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു. അത് ഈ മാർച്ച് മാസത്തിലെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച, വിഷുവിന് 2 ആഴ്ചക്ക് മുമ്പ് ഇറങ്ങുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു കോംബോ. മോഹൻലാൽ
സിബി മലയിൽ ലോഹിദാസ്, അത് മോഹൻലാൽ തന്നെ നിർമ്മാണ കമ്പനി പ്രണവം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കമായിരുന്നു ഹിസൈന സബ്ദുള്ള. എന്തായാലും ആ ഒരു വിഷു ശരിക്ക് തൂക്കി എന്ന് തന്നെ പറയാം. ആ ഒരു സമ്മർ വെക്കേഷനും ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ആ ഒരു വിഷുവിന്റെ സമയത്ത് മോഹൻലാലിന് ഒരു 2 റിലീസും കൂടി ഉണ്ടായിരുന്നു. അതിലൊന്ന് നല്ലൊരു സിനിമയാണ് മോഹൻ എന്ന ഡയറക്ടറുടെ മുഖം. അത് നാസർ നല്ലൊരു വേഷം ചെയ്തിട്ടുള്ളതാണ്. അതൊരു സീരിയസ് മോഡുള്ള സിനിമ, അങ്ങനെ വലിയ സൂപ്പർ ഹിറ്റ് അല്ല. ഞാൻ ആ സിനിമയൊക്കെ കാസറ്റ് എടുത്താണ് കണ്ടിട്ടുള്ളത്. എനിക്ക് അന്ന് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അത്. കാരണം ഒരു ചെറിയൊരു സസ്പെൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. ഒരു സീരിയസ് മൂഡിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അത്. പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ ഡിലേ ആയിട്ട് റിലീസായ സിനിമയാണ് പ്രിയദർശന്റെ കടത്തനാടൻ അമ്പാടി. അത് 86 ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പിന്നെ പോയി. പ്രേം നസീർ മരിച്ച ശേഷമാണ് ആ സിനിമ. പ്രേം നസീർ 89 മരിച്ചു, 89 ജനുവരിയിൽ. അതിന്റെ 1990 വിഷുവിനാണ് ആ സിനിമ കാണുന്നത്. പക്ഷെ അത് സാമ്പത്തികമായിട്ട് നഷ്ടം തന്നെയായിരുന്നു. അത് വൈകി റിലീസ് ആയതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ലാഭമായി പോയേനെ. അടുത്ത സിനിമ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ് ഭരതന്റെ MT എഴുതിയത് താഴ്വാരം. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. അത് ഒരു ക്ലാസിക് സിനിമ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഒരു സിനിമയെ കുറിച്ച്. അതായത് അതൊരു ആക്ഷൻ മൂഡാണ്. പക്ഷെ അതിൽ ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര റിവഞ്ച് സിനിമ തന്നെ, റിവഞ്ച് ഡ്രാമ എന്നൊക്കെ പറയാം. മോഹൻലാൽ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു താഴ്വാരം. ആ താഴ്വാരം എനിക്കൊന്ന് താഴ്വാരവും അതുപോലെ തന്നെ കുറച്ച് സിനിമകൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഭരതൻ, പത്മരാജൻ, അതിനുശേഷമൊക്കെ സിനിമകൾ കുറഞ്ഞല്ലോ. ഭരതൻ, പത്മരാജൻ അതിനുശേഷം ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഗന്ധർവൻ, 1991. പിന്നെ പത്മരാജൻ മരിച്ചുപോയി. ഭരതനും താഴ്വാരം കഴിഞ്ഞ് പിന്നെ കേളി, പാതയം സിനിമകൾ കുറഞ്ഞു തുടങ്ങി ഇവരുടെയൊക്കെ. പക്ഷെങ്കിലും നല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അത് താഴ്വാരം. അടുത്ത സിനിമ വളരെ രസമുള്ള ഒരു സിനിമയാണ് മോഹൻലാലിന്റെ അപ്പു. ഡെന്നിസ് ജോസഫ് ഡയറക്ട് ചെയ്തൊരു സിനിമ, ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ള സിനിമ. എനിക്ക് അപ്പു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അല്ല കൂത്തമ്പലത്തിൽ ആ പാട്ടൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതും മോഹൻലാലിന്റെ ഒരു വളരെ പാവപ്പെട്ട ഒരു ക്യാരക്ടർ. അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു മിസ്റ്ററിയും കാര്യങ്ങളും ഒരു കൊലപാതകവും ഒക്കെ വരുന്നൊരു സാധനങ്ങൾ. അതും എനിക്കിവിടെ ഭയങ്കര വലിയ സൂപ്പർ ഹിറ്റ് അല്ല. ഞാൻ ആ സിനിമയൊക്കെ കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ പിന്നീട് TV-യിലൊക്കെ വന്നിട്ട് സ്ഥിരമായിട്ട് കാണുന്നതാണ്. നല്ല രസമുള്ള മോഹൻലാലിന്റെ ഒരു കഥാപാത്രവും നമുക്കിപ്പോഴും കണ്ടിരിക്കാവുന്ന കുറെ രസമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അത് മുരളി ഒരു ശക്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് റോളാണ്. പിന്നെ നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ നല്ല ഒരു സിനിമ തന്നെയാണ് അപ്പു. പിന്നെ ഓണത്തിന് മോഹൻലാലിന്റെ 2 സിനിമയുണ്ട്. ഒന്ന് തമ്പി കണ്ണന്താനത്തിന്റെ ഇന്ദ്രജാലം, അതും കണ്ണൻ നായർ മോഹൻലാലിന്റെ ക്യാരക്ടർ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയാണ്. അതിൽ മോഹൻലാലിന്റെ കണ്ണൻ നായർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ്, ഇഷ്ടപ്പെട്ട സിനിമയാണ്. കുഞ്ഞിക്കിളി എന്നുള്ള ഒരു പാട്ട്, ഒരു തമ്പി കണ്ണന്താനം മോഹൻലാലിന്റെ എല്ലാം ഹിറ്റാണ്. ഒരു ഒന്നാമനെ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയും ഒരു രാജാവിന്റെ മകൻ പോലെ എല്ലാം സൂപ്പർ ഹിറ്റാണ്. അതിൽ പെടുത്താവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇന്ദ്രജാലം. മറ്റൊന്ന് IV ശശിയുടെ സിനിമയാണ് അർഹത. പക്ഷെ ഈ സിനിമ അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ ഏറ്റില്ല. എനിക്ക് ഇന്ദ്രജാലം 2 ഒരേ സമയത്ത് ഇറങ്ങിയതാണ്. കുറെ സിനിമകളുണ്ട് ആ ഒരു 1990 എന്ന് പറയുന്ന ആ ഒരു ഓണം സീസണിൽ. തലയണ മന്ത്രമുണ്ട്, അയ്യർ ദി ഗ്രേറ്റ്, ഇങ്ങനെ കുറെ സിനിമകൾ ആ സമയത്തുണ്ട്. പക്ഷെ അതിനെനിക്ക് തോന്നുന്ന ഒരു വിന്നർ ഇന്ദ്രജാലവും പിന്നെ തലയണ മന്ത്രവും തന്നെയായിരുന്നു. അർഹതയും ഞാൻ കുറേയായി, ഞാൻ എൻ്റെ കഥയും കാര്യങ്ങളൊക്കെ മറന്നുപോയി. എനിക്ക് IV ശശിയുടെയും ഈ പറഞ്ഞ 90 കഴിഞ്ഞ്, നേരത്തെ ഭരതനെ കുറിച്ച് പറഞ്ഞ 90 കഴിഞ്ഞ് പിന്നെ IV ശശി സിനിമകൾ കുറവാണ്. ഈ കുറവെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു വർഷം കുറെ സിനിമകൾ ചെയ്ത IV ശശിക്ക് പിന്നെ വർഷത്തിൽ ഒരു സിനിമ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിലോട്ടൊക്കെ 90s ശേഷം മാറി. എന്തായാലും ഇന്ദ്രജാലം എൻ്റെ ഫേവറേറ്റ് സിനിമ. അടുത്തത് മോഹൻലാലിന്റെയും മുരളിയുടെയും അതിഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. കാരണം അതൊരു മോഹൻലാൽ സിനിമ എന്ന് പറയാൻ പറ്റില്ല. ലാൽ സലാം, വേണുനാഗവള്ളിയുടെ അതിഗംഭീരമായിട്ട സിനിമ. എൻ്റെ നെട്ടൂരാൻ ഇപ്പോഴും, നേരത്തെ ഞാൻ നമ്പർ 20 മദ്രാസ് മെയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴും ഇടയ്ക്കെടുത്തല്ല സീൻസ് ഒക്കെ കാണുന്നതാണ് ലാൽ സലാമിലെ പല രംഗങ്ങളും. അതിൽ മോഹൻലാൽ മുരളിയായിട്ടുള്ള സീൻസ് ആണെങ്കിലും മോഹൻലാൽ ഗീതയായിട്ടുള്ള, അതിൽ നെട്ടൂരാൻ വിളിച്ച അത്ര മുദ്രാവാക്യം ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു സീനൊക്കെ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അത് ആ ക്രിസ്മസിനാണ് ഇറങ്ങിയത്. ആ ക്രിസ്മസ് തൂക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു ലാൽ സലാം. അപ്പോൾ ഇത്രയും സിനിമകളാണ് മോഹൻലാലിന്റെ ആ വർഷം ഇറങ്ങിയത്. അത് കുറേ ബ്ലോക്ക് ബസ്റ്റേഴ്സ്, ചില ആവറേജ് ഹിറ്റുകൾ, ചില ഫ്ലോപ്പുകളൊക്കെ ഉണ്ട്. ഇതിൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക്. ലാൽ സലാം ഉണ്ട്, അക്കരെ അക്കരയുണ്ട്, എയ്യോട്ടോ ഉണ്ട്, ഹിസൈന സബ്ദുള്ള ഉണ്ട്, ഇന്ദ്രജാലം ഉണ്ട്. എല്ലാം ഇതൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകൾ തന്നെയാണ്. പല ജോണറുള്ള സിനിമകളാണ്. ഇതിൽ പല സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എയ്യോട്ടോ, ഇന്ദ്രജാലം ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമകളാണ്. എന്തായാലും നിങ്ങളുടെ അന്നത്തെ ഓർമ്മകൾ, തിയേറ്റർ ഓർമ്മകൾ നിങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുക.